Dear students, welcome back to ChemHood. കഴിഞ്ഞ ക്ലാസ്സിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ബാക്കി വെച്ചിട്ടാണ് ആ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബോർ ആറ്റം മോഡൽ പ്രകാരം ഒരു ആറ്റത്തിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഷെൽസ് ഉണ്ട്, അതിലൂടെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷെല്ലുകൾക്ക് 1, 2, 3, 4 ഇങ്ങനെ നമ്പർ കൊടുത്തു. ആ ഷെല്ലുകളുടെ പേരാണ് KLMN. ഓക്കെ, പിന്നീട് പറഞ്ഞതാണ് ഷെല്ലിൻ്റെ അകത്ത്, അതായത് മെയിൻ എനർജി ലെവൽസ് ആയിട്ടുള്ള ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ കുറേ സബ് എനർജി ലെവൽസ് ഉണ്ട്. അതിനെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. 1s, 2s, 2p, 3s, 3p ഇങ്ങനെയുള്ളത് സബ് ഷെല്ലുകളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഷെല്ലുകളുടെ എനർജി കൂടി വരുന്നതിൻ്റെ ക്രമത്തിലാണ്. അതേ കാര്യം ഇവിടെയും അപ്ലിക്കബിളാണ്. ഈ സബ് ഷെല്ലുകളുടെ എല്ലാം എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഏറ്റവും എനർജി കുറഞ്ഞ സബ് ഷെൽ ഏതാണോ അതിലേക്കായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ സബ് ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ഫിൽഡ് ആയതിനു ശേഷമായിരിക്കും അതിന് തൊട്ട് ഹയർ എനർജി ലെവലായിട്ടുള്ള സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ആകുന്നത്. അപ്പോൾ ഇവരുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാലോ. ആ ഒരു ഓർഡർ അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കീ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ഓർഡർ നമുക്ക് അറിയാമെങ്കിൽ ഏത് ഹയർ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ എഴുതിയ ഉടനെ തന്നെ പഠിച്ചു വെച്ച് കളയാം. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏറ്റവും എനർജി കുറവ് 1sനാണ്. ഓക്കെ, 1sന് ശേഷം എനർജി കുറച്ചധികം വരുന്നത് 2sനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1sൻ്റെ എനർജി ലെസ് ദാൻ എന്ന് എഴുതാലോ, ലെസ് ദാൻ 2s. ഓക്കെ, 2sനേക്കാളും എനർജി കൂടുതൽ വരുന്നത് 2pക്കാണ്. സോ 2s കഴിഞ്ഞിട്ട് അടുത്ത എനർജി ലെവല് 2p ആണ്. ഇനി 2p കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 3s. അടുത്തത് 3p. ഇതുവരെയുള്ള കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്തതാണ്. ഓക്കെ, ഇതിന് ശേഷമാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3pക്ക് ശേഷം ഹയർ എനർജി ആയിട്ട് വരുന്നത് 3d അല്ല, പകരം 4s ആണ്. ഓക്കെ, അപ്പോൾ 3pയുടെ എനർജി ലെസ് ദാൻ 4s എന്ന് എഴുതാം. 4sന് ശേഷമാണ് 3d വരുന്നത്. ഓക്കെ, 4sനേക്കാളും കുറച്ചുകൂടെ എനർജി കൂടിയ ലെവലാണ് 3d. ഓക്കെ, ദെൻ 4p. ഓക്കെ, അപ്പോൾ ഇതാണ് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് 4pക്ക് ശേഷം വരുന്നത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 1s മുതൽ 4p വരെയുള്ള ഈ ഒരു ഓർഡർ അതെന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ വെച്ചിട്ട് നമുക്കിനി കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച പൊട്ടാസ്യത്തിൻ്റെ കാര്യം മുതൽ തന്നെ തുടങ്ങാം. പൊട്ടാസ്യം K എന്നാണ് സിമ്പൽ, 19 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഫില്ലിങ് ഇവിടെ നടക്കുമ്പോൾ ആദ്യം തന്നെ 1sലേക്കാണ് പോകുന്നത്. 1s മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് 1sൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് 2sലേക്ക് പോകും. 2sലും s സബ് ഷെല്ല് തന്നെയാണ്. സോ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. സോ 2s 2 എന്ന് എഴുതാം. അടുത്തത് 2p ആണല്ലേ. സോ 2p മാക്സിമം 6 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. ആ മാക്സിമം ആയതിന് ശേഷം ബാക്കി ഇലക്ട്രോൺസ് 3sലേക്ക് പോകും. 3sൽ ആകെ 2 ഇലക്ട്രോൺസിനെ മാത്രമല്ലേ കൊള്ളുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 3pയിലേക്ക് പോകും. 3p 6. അപ്പോൾ ഇതുവരെ എത്ര ഇലക്ട്രോൺസായി? 18 ഇലക്ട്രോൺസായി അല്ലേ. അതിനുശേഷം എന്ത് വരും? 4s എന്ന് പറയുന്ന സബ് ഷെല്ല് വരും. 4sൽ
ഒരു ഇലക്ട്രോൺ, ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ 4s പോകും. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, 3p കഴിഞ്ഞിട്ടാകുമ്പോൾ 3d അല്ല വരുന്നത്, പകരം 4s ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓർഡർ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തൊരു എലമെൻറ്റിൻ്റെ കൂടെ നോക്കാം. പൊട്ടാസ്യത്തിന് ശേഷം SC എന്ന് പറയുന്നത് സ്കാൻഡിയത്തിൻ്റെ സിമ്പലാണ്. 21 ആണ് സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്. ദാറ്റ് ഈസ് 21 ഇലക്ട്രോൺസ് ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. എന്നിട്ട് അത് ശരിയാണോ എന്നുള്ള കാര്യം തിരിച്ചു വന്നിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്താ വരിക? ഓക്കെ, ഇതായിരിക്കും സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി അതേപോലെ ഒരാളുടേതും കൂടി എഴുതാം. സ്കാൻഡിയത്തിന് ശേഷം V എന്നുള്ള സിമ്പലുള്ള വനേഡിയം ഉണ്ട്. 23 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക, എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി ഹയർ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുമ്പോൾ 1s2, 2s2, 2p6 ഇങ്ങനെ പറഞ്ഞു തന്നെ എഴുതുക. ഒരു 4-5 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ, എനർജിയുടെ ഈ ഒരു ഓർഡർ ബൈ ഹാർട്ട് ആയിരിക്കും, പിന്നെ എഴുതാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നോക്കുക, ഇവിടെ അറ്റോമിക് നമ്പർ 21ഉം 23 ഒക്കെ ആയപ്പോൾ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപാട് അങ്ങ് ലെങ്തി ആയി അല്ലേ. അപ്പോൾ 118 എലമെൻസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതുപോലെ എഴുതണമെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ വേണ്ടി വരില്ലേ, കുറച്ച് ബുദ്ധിമുട്ടുമാണല്ലേ. അതിന് പകരമായിട്ട് നമ്മളൊരു ഷോർട്ട് ഫോം സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാമെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ നോബിൾ ഗ്യാസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോബിൾ ഗ്യാസസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോബിൾ ഗ്യാസസ്? നോബിൾ ഗ്യാസസ് പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പിൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് നോബിൾ ഗ്യാസസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ സ്കെലട്ടൺ വരച്ചിരുന്നില്ലേ, അതിൽ ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഗ്രൂപ്പ് അതാണ് നോബിൾ ഗ്യാസസിൻ്റെത്. ഓക്കെ, നോബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ ഭയങ്കര ജാഡ ആൾക്കാരാണ്. വേറെ എലമെൻസുമായിട്ട് റിയാക്ട് ചെയ്യുകയോ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയോ ബോൺസ് ഫോം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അതിന് കാരണം ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു 3 നോബിൾ ഗ്യാസസ് ആരൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മൾ 10th യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ He. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും He എന്ന് പറഞ്ഞാൽ ആരാണെന്ന്? ഹീലിയമാണ്. ഓക്കെ, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്നാണ് വരിക അല്ലേ. രണ്ടാമത്തെ ആൾ നിയോൺ. എത്ര അറ്റോമിക് നമ്പർ? 10 ആണ്. ഓക്കെ, 1s2, 2s2, 2p6 എന്ന് വരും. മൂന്നാമത്തെ നോബിൾ ഗ്യാസ് AR. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് AR ആരാണെന്ന്. ആരാ? ആർഗൺ. ഓക്കെ, 18 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6. ഇതാണ് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഈ കോൺഫിഗറേഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹീലിയത്തിൻ്റെ കേസിലുള്ള ആകെയുള്ളൊരു സബ്ഷെൽ 1s ആണ്, അത് ഫുള്ളി ഫിൽഡ് ആണ്. നിയോണിൻ്റെ കേസിൽ 3 സബ്ഷെല്ലുകളുണ്ട്, 3 സബ്ഷെൽസും ഫുള്ളി ഫിൽഡ് ആണല്ലോ. ആർഗണിൻ്റെ കേസിലാണെങ്കിലും സെയിം തന്നെയാണ് അവസ്ഥ. എല്ലാ സബ്ഷെല്ലുകളും ഫുള്ളി ഫിൽഡ് ആണ്. എത്രയാണോ ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റുന്നത് അത്രയും ഇലക്ട്രോൺസിനെ ഇവർ കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ നോബിൾ ഗ്യാസസിൻ്റെ കയ്യിലൊക്കെ അവർക്ക് എത്ര ഇലക്ട്രോൺസിനെ വേണം അത് അത്രയും തന്നെ ഉണ്ട്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോൺസിൻ്റെ എക്സ്ചേഞ്ചും
ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ്ങും ഒക്കെയാണ്. അങ്ങനെയാണ് ബോൺസൊക്കെ ഉണ്ടാകുന്നത്. ഇവർക്ക് ഓൾറെഡി ആവശ്യത്തിന് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്, മറ്റുള്ള എലമെൻറ്റ്സുമായിട്ട് ഇലക്ട്രോൺ ഷെയറിങ്ങിനോ എക്സ്ചേഞ്ചിങ്ങിനോ ഒന്നും മെനക്കെടില്ല. ഓക്കെ, ഇവരിങ്ങനെ തന്നെ നിൽക്കും. ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസിൻ്റെ പേര് വെച്ചിട്ട് എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ലിഥിയത്തിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണല്ലേ. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 1s2 2s1. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, 1s2 എന്നുള്ളത് ഒരു ക്ലോസ്ഡ് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. അത് ശരിക്കും ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? ഓക്കെ, ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്നാണ്. നമുക്ക് 1s2 എന്നുള്ളതിന് പകരം എന്തെഴുതാം? ഹീലിയം എന്ന് എഴുതി അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ദെൻ 2s1 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതി കഴിയുമ്പോഴും വേറെ ചേഞ്ച് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി അടുത്ത ഒരാൾ നോക്കാം. Na11 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള സോഡിയമാണ്. ഓക്കെ, സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2. നിങ്ങൾ കൂടെ തന്നെ എഴുതി നോക്കുക. 2s2 2p6 3s1 അല്ലേ. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കുക. അത് 10 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള നിയോൺ ആയിരിക്കുമല്ലോ. ഇവിടെ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 ആണ്. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ളത് നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൻ്റെ ലെങ്തി ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് നിയോണിൻ്റെ ടേമിൽ എങ്ങനെ മാറ്റി എഴുതാം? ദിസ് വിൽ ബി നിയോൺ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിടുക, ദെൻ 3s1. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. പൊട്ടാസ്യം 19 ആണ് അറ്റോമിക് നമ്പർ. 19ന് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? 18 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആർഗൺ ആണ് അല്ലേ. ഇവിടെ 3p6 വരെയുള്ളത് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വളരെ എളുപ്പത്തിൽ ആർഗൺ 4s1 എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾ ഒരുപാട് നോബിൾ ഗ്യാസസിനെ ഒന്നും പഠിക്കണ്ട, ഈ 3 ആൾക്കാരെ എന്തായാലും പഠിക്കുക. ഈ സ്കാൻഡിയത്തിൻ്റെത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 21 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഈ കൂട്ടത്തിൽ ഏതായിരിക്കും? അഗെയിൻ 18 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആർഗൺ ആയിരിക്കും. അപ്പോൾ ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിലിടുക. ദെൻ 3p6 വരെയാണ് ആർഗണിൻ്റെത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4s2 3d1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ വേണമെങ്കിൽ ഷെല്ലിൻ്റെ നമ്പർ കൂടി വരുന്ന അതേ ക്രമത്തിൽ തന്നെ ഇവിടെ എഴുതാം. അതായത് 3p6 കഴിഞ്ഞിട്ട് 3d1 4s2 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? ആർഗൺ 3d1 4s2 എന്ന് വരും അല്ലേ. ഷെൽ നമ്പർ ഏറ്റവും കൂടിയുള്ള ആളെ ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന ഒരു ടേം അതും നിലവിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വനേഡിയത്തിൻ്റെ ഷോർട്ട് ഫോമിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? ദിസ് വിൽ ബി ആർഗൺ 4s2 3d3. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് അയേണിൻ്റെ Fe26 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അയേണിൻ്റെ സബ്ഷെൽ വൈസുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിനുശേഷം ഷോർട്ട് ഫോമിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരുന്നത് എന്നുള്ളത് മാറ്റി എഴുതി നോക്കുക. ഓക്കെ, അതൊരു ഹോംവർക്കായിട്ട് എടുത്തിട്ട് ചെയ്യുക. സബ്ഷെല്ലുകളുടെ
എനർജി കൂടി വരുന്ന ഈ ഒരു ഓർഡർ എങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നമ്പർ 1.2 ആണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവണ്ട. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ സബ്ഷെല്ലുകൾ കുറേ സീറ്റ്സ് ആണ്, ഇലക്ട്രോണിന് വന്നിരിക്കാനുള്ള സീറ്റ്സ്. അപ്പോൾ ഇവിടുന്ന് കുറേ പാരലൽ ട്രാക്സിൽ ഇലക്ട്രോൺസൊക്കെ കൂടിയിട്ട് ഒരു ഓട്ട മത്സരം വെക്കുകയാണ്. അപ്പോൾ ഓടി ആദ്യം എത്തുന്ന ആൾ അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റിലിരിക്കും. ഓക്കെ, ആദ്യം കാണുന്ന സീറ്റിലാണ് പോയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാരലൽ ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ വരുമ്പോൾ 1s കണ്ടു. സോ 1sലിരുന്നു. രണ്ടാമത്തെ ഇലക്ട്രോണും ഇവിടേക്ക് വന്നു, 1s2 ആയി അല്ലേ. ഇനി മൂന്നാമത് ഇലക്ട്രോൺ വരുമ്പോൾ ഇതേ പാത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സീറ്റില്ലല്ലോ. സോ അതെന്ത് ചെയ്യും, തൊട്ടടുത്ത പാരലൽ ട്രാക്കിലേക്കൂടെ വരും. ഓക്കെ, അപ്പോൾ അത് കാണുന്നത് ആരെയാണ്, 2sലാണ്. 2sൽ വന്നിരിക്കും. 2sൽ പരമാവധി ഇലക്ട്രോൺ എത്രയാണോ അത് ഫില്ലായതിനു ശേഷമാണ് അടുത്ത ട്രാക്കിലൂടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രോൺ വരുമ്പോൾ ആദ്യം 2p കാണുമല്ലോ, വേഗം കയറി 2pയിലിരിക്കും. 2pയിൽ 6 ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അങ്ങനെ 6 ഇലക്ട്രോൺസും ആയതിനു ശേഷം നേരെ 3sലേക്ക് വരും. ഓക്കെ, അപ്പോൾ 2p കഴിഞ്ഞതിന് ശേഷം 3sൽ മാക്സിമം ആയി. ഇനി വേറെ ഷെല്ല് ഈ വഴിയിലില്ല. അപ്പോൾ തൊട്ടടുത്ത വഴി ചൂസ് ചെയ്യും. ഓക്കെ, അടുത്ത പാരലൽ ട്രാക്ക് പോകുന്നത് 3p ടച്ച് ചെയ്തിട്ടാണ്. സോ 3p മാക്സിമം 6 ഇലക്ട്രോൺസ് ഇരുന്നതിന് ശേഷം നേരെ 4sലേക്ക് വരും. ഓക്കെ, അപ്പോൾ 4sൽ മാക്സിമം ആയതിനു ശേഷമാണ് അടുത്ത ട്രാക്ക് വരുന്നത്. സോ അടുത്ത ട്രാക്കിലെ ആദ്യത്തെ സീറ്റ് 3d ആണ്. 3dയിൽ 10 ഇലക്ട്രോൺസിന് ഇരുത്താൻ പറ്റും. ആ 10 ആൾക്കാരും ഫില്ലായതിനു ശേഷമാണ് അടുത്ത 4pയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ അത്രയും നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്നില്ല. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ തന്നെയാണ്. ഓക്കെ, ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, 1s, 2s, 2p, 3s, 3p, 4s and 3d. ഇനി 2 സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ആൾക്കാരെ പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തേത് CR എന്ന സിമ്പലുള്ള ക്രോമിയമാണ്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഓർഡർ വെച്ചിട്ട് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. എന്താ വരിക, 1s2, 2s2, 2p6, 3s2, 3p6, 4s2. 4s2 വരെ 20 ഇലക്ട്രോൺസ് ആയി. 3d4. സോ ടോട്ടൽ 24 ആയി അല്ലേ. ഓർക്കുക, ഈ 1s 2s എന്നൊക്കെ എഴുതിയതിൻ്റെ പവേഴ്സ് വരുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ പവേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. നേരത്തെ പറഞ്ഞ ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ ഇതൊരു തെറ്റായ കോൺഫിഗറേഷനാണ്. ക്രോമിയത്തിൻ്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, എന്താണ് വ്യത്യാസം? ഇവിടെ D4 എന്നുള്ളത് D5 ആയി. അപ്പോൾ ആ D5 ആവാനുള്ള 1 ഇലക്ട്രോൺ 4s എന്നാണ് പോയതല്ലേ. സോ 4s1, 3d5 എന്നായി. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോണിനെ കൊള്ളിക്കുക അല്ലേ. അപ്പോൾ ഇതൊരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെല്ലാണ്. ഇനി D5 എന്നുള്ളത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളൊരു സബ്ഷെല്ലും. അപ്പോൾ സ്റ്റഡീസ് പ്രൂവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്ഷെല്ലുകളും ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റും ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും സ്റ്റെബിലിറ്റിയാണ് ആവശ്യം. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ D4 എന്ന് പറയുന്നതിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും D5 എന്നൊരു കോൺഫിഗറേഷൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എഗെയിൻ നിങ്ങളുടെ ടെക്സ്റ്റിലൊരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണത്? സബ്ഷെല്ലുകൾ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റും ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാം. അതിൻ്റെ നേരെ പകുതി 7 ആണ്, F7 എന്ന് വരുന്നത്. സോ F14 എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് ഷെല്ലും F7 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലുമാണ്. അപ്പോൾ ഈ രണ്ട് കോൺഫിഗറേഷനും എലമെൻറ്റ്സ് മാക്സിമം അറ്റൈൻ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അടുത്തൊരു എലമെൻറ്റിനെ കൂടി പരിചയപ്പെടാം. Cu കോപ്പറിൻ്റെ സിമ്പിളാണ് കേട്ടോ.
29 ആണ് അറ്റോമിക് നമ്പറായിട്ട് വരുന്നത്. എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9 അല്ലേ? പക്ഷേ ഇതൊരു റോങ് കോൺഫിഗറേഷനാണ്. 3Dയിൽ 9 ഇലക്ട്രോൺസ് ഫിൽഡാണ്. ഇനി എവിടുന്നെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് ഒരു ഇലക്ട്രോണിനെ കൂടെ ഫില്ല് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഡിയിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ വരും അല്ലേ? 3D 10 ആവും. കോപ്പർ ഭയങ്കര സ്റ്റേബിളായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഇലക്ട്രോൺ ഇവരെന്ത് ചെയ്യും? ഈ 4s 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ നിന്നാണ് ഒരാൾ ഇങ്ങോട്ടേക്ക് ചാടിക്കുന്നത്. അപ്പോൾ എന്താ കോൺഫിഗറേഷൻ വരുന്നത്? നിങ്ങൾ എഴുതുമ്പോൾ 1s2, 2s2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതുക. 1s2, 2s2, 2p6, 3s2, 3p6, then 4s1, 3d10. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് കോപ്പറും ക്രോമിയവും ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഓർക്കുക, സബ്ഷെല്ലുകൾ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഭയങ്കര സ്റ്റേബിളായിരിക്കും. അപ്പോൾ ആ ഒരു ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമിയം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. അതേസമയം കോപ്പർ ഒരു ഫുള്ളി ഫിൽഡ് സബ്ഷെല്ല് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആറ്റത്തിൻ്റെ അകത്ത് എത്ര ഷെല്ലുകളുണ്ട്, എത്ര സബ് ഷെല്ലുകളുണ്ട്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1s2, 2s2, 2p6, 3s2. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യം കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു എലമെൻറ്റിൻ്റെ അകത്ത്, ഈ ഒരു ആറ്റത്തിൻ്റെ അകത്ത് എത്ര ഷെല്ലുകളുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഷെല്ലുകൾ നമുക്കറിയാം, ഷെൽ നമ്പർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 1s എന്ന് പറയുന്നത്, അല്ലെ 1 എന്ന് പറയുന്നത് ഒരു ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് അടുത്ത ഷെല്ലാണ്, 3 എന്ന് പറയുന്നതാണ് തേർഡ് ഷെൽ അല്ലേ? അങ്ങനെ 3 ഷെല്ലുകളാണ് ഈ ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ളത്. സോ നമ്പർ ഓഫ് ഷെൽസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് സബ് ഷെൽസ് എത്രയാണ് വരിക? സബ് ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് വരിക? 1s എന്ന് പറയുന്നത് ഒരു സബ് ഷെല്ലാണ്, 2s എന്ന് പറയുന്നത് അടുത്ത സബ് ഷെല്ലാണ്, 2p വേറൊരു സബ് ഷെൽ, 3s വേറൊരു സബ് ഷെൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ് ഷെൽസ് എത്രയാണ്? 4 ആയിരിക്കും അല്ലേ? ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എങ്ങനെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുന്നത്? ഇവിടെ വരുന്ന പവേഴ്സാണ് നമ്മൾ ഇലക്ട്രോൺസ് ആയിട്ട് എഴുതുന്നത്. സോ 2 + 2 + 6 + 2 എത്രയാണ് വരിക? 12. ടോട്ടൽ 12 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 12 തന്നെയായിരിക്കും അല്ലേ? ഓർക്കുക, അറ്റോമിക് നമ്പർ ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ 12 ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്, അറ്റോമിക് നമ്പർ. ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത സബ് ഷെൽ ഏതാണ്? ലാസ്റ്റ് സബ് ഷെൽ എഴുതാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതാണ് ലാസ്റ്റ് സബ് ഷെൽ എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരുന്നത് 3s സോ ലാസ്റ്റ് സബ് ഷെൽ വിൽ ബി 3s. ഓക്കെ, എന്തായിരിക്കും ഈ ഒരു എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കേണ്ടത്? അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 12ന് തൊട്ട് മുൻപ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്കിപ്പോൾ അറിയാലോ, 10 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള നിയോൺ ആണ് ഇതിന് തൊട്ട് മുന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്ന്. അപ്പം നിയോണിൻ്റെ അകത്ത് 10 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ കൗണ്ട് ചെയ്താൽ നമുക്ക് 10 കിട്ടും അല്ലേ? സോ ഇതായിരിക്കും നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് എന്തെഴുതാം? നിയോണിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുക, അതിനുശേഷം 3s2 എന്ന് എഴുതാം. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് ഏത് പീരീഡിലാണ് വരുന്നത്, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്,
ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്നുള്ള കാര്യം കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ശരിക്കും എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അത് വളരെ എളുപ്പമാണ്. അത് നമുക്ക് ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യം കൂട്ടുകാർക്കിടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.